ഇറ്റ് വാസ് എ ഓക്കെ. സൈജുവിന്റെയും ഷബുവിന്റെയും മഞ്ജു ചേച്ചിയുടെയും എല്ലാവരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി വെയിറ്റിംഗ് ടു സീ ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സൈജുവിനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ്. ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സീ വാട്ട് ഹി ഹാസ് ഡൺ. യെസ്, മേക്കിംഗ് ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ്. ഐ തിങ്ക് ഇന്ത്യയിലെ എൻ്റെ ഫസ്റ്റ് ഫുട്ടേജ് ഫിലിം ആണെന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് വളരെ പുതിയ എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ ഹിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ്. ആൻഡ് ഷബൂസ് സ്ക്രിപ്റ്റ് ബ്യൂട്ടിഫുള്ളി ഡൺ. ഇറ്റ്സ് നോട്ട് ഈസി റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ എ ഫുട്ടേജ് ഫിലിം. വളരെ പുതിയതാണ്. ആൻഡ് മഞ്ജു ചേച്ചി ഹാറ്റ്സ് ഓഫ് ടു ഹെർ. ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിന്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് അമേസിംഗ് ടു സീ മഞ്ജു ചേച്ചി ഡൂയിങ് ദിസ് ആൻഡ് ഹെർ റോൾ ബ്യൂട്ടിഫുൾ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചു കണ്ടില്ലല്ലോ. കാണും. 255 പേജുള്ള റിപ്പോർട്ടാണ്. വായിക്കും. ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത്. അപ്പൊ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങളും വായിച്ചിട്ടില്ല. ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങൾ 4 കൊല്ലമായി ചോദിക്കുന്നതാണ്. ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് തുടക്കം മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന അർത്ഥത്തില് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ? ബേസിക്കലി ഞെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരയും നീരുമാണ്. ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ്. സോ ഒരുപാട് സന്തോഷം. റീമേക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ? സർക്കാർ ഇത് പുറത്തു വിടാൻ ഇത്ര ലേറ്റ് ആയതെന്താണെന്ന് അറിയാം. ഇല്ല, ഞങ്ങളും ചോദിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ മിനിസ്റ്ററുടെ അടുത്തൊക്കെ? Is that even a question?